തമിഴ്നാട് നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. ജെ.സി.ഡി. പ്രഭാകർ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. എം. രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറാകും. നിയമസഭയിൽ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പും വൈകാതെ തന്നെയുണ്ട്. വില്ലിവാക്കത്ത് നിന്ന് 2 തവണ AADMK MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജെ.സി.ഡി. പ്രഭാകർ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് TVKയിലെത്തിയത്. 73-കാരനായ പ്രഭാകറിനെ 2022-ലാണ് AADMKയിൽ നിന്ന് പുറത്താക്കിയത്. KP അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് തമിഴ്നാട്ടിൽ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിന് പിന്നാലെ തന്നെ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനൊരുങ്ങുന്നു. എന്താണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ സാഹചര്യം? തമിഴക രാഷ്ട്രീയത്തിലെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം അതിൽ സാങ്കേതികത്വം നിറയുന്ന നടപടിക്രമങ്ങളിലേക്ക് വിജയ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നിയമസഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. ആ ഭൂരിപക്ഷം തെളിയിക്കുവാൻ നിലവിൽ ഗവർണർ നൽകിയിട്ടുള്ള സമയം നാളെ വരെയാണ്. നാളേക്ക് ഉള്ളിൽ കൃത്യമായി ഭൂരിപക്ഷം ഉണ്ട് എന്ന് ഫ്ലോർ ടെസ്റ്റിന് തയ്യാറാകണമെന്നും അങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ MLA ആയിട്ടുള്ള ജെ.സി.ഡി. പ്രഭാകർ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും ഈ സ്പീക്കർ പദവിയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വോട്ടെടുപ്പ് ഇല്ലാതെ തന്നെ സ്പീക്കറെ നിശ്ചയിച്ചേക്കും എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാ DMKയുടെ മുൻ നേതാവ് കൂടിയായിരുന്നു ജെ.സി.ഡി. പ്രഭാകർ എന്നതാണ് എടുത്തു പറയേണ്ടത്. TVKയിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജോയിൻ ചെയ്യുകയും മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ നടക്കും എന്നതാണ് വിവരങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് AADMK അകത്ത് വലിയ ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതായത് വീണ്ടും AADMK പിളരുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് നയിച്ച എടപ്പാടി പളനിസ്വാമിക്ക് കേവലം 17 MLA-മാരുടെ പിന്തുണ മാത്രമാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അതേസമയം SP വേലുമണിയെ വിമതപക്ഷം പിന്തുണയ്ക്കുകയാണ്. ഇതിൽ വിമതപക്ഷത്തിനാണ് ഭൂരിപക്ഷം എന്നതാണ് ഏറ്റവും കൗതുകമാകുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ AADMKയുടെ 47 അംഗങ്ങൾ ആണ് വിജയിച്ച് കയറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 30 പേരും ഇപ്പോൾ വിമതപക്ഷത്തേക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഇത്രമേൽ വലിയ ഒരു തോൽവിക്ക് കാരണം എടപ്പാടി പളനിസ്വാമിയാണ് എന്നതാണ് ഇവരുടെ വിലയിരുത്തൽ. അങ്ങനെ 30 അംഗങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ, അതായത് 47 അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ എടപ്പാടിയെ തള്ളിപ്പറയുന്നു എന്നതാണ്. ഒരുപക്ഷെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമാകാതിരിക്കണമെങ്കിൽ 32 പേരുടെ പിന്തുണയാണ്, 32 MLA-മാരുടെ പിന്തുണയാണ് ലഭിക്കേണ്ടത്. ഇങ്ങനെ 32 അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് SP വേലുമണി പക്ഷം ഉള്ളത്. അവർ വിമതപക്ഷത്ത് നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയുടെ പേര് ആണ് നൽകിയിട്ടുള്ളത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 17 അംഗങ്ങൾ ആണ് എടപ്പാടി പളനിസ്വാമിയുടെ പേര് നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ 32 അംഗങ്ങൾ വിമതപക്ഷത്തേക്ക് വരികയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എന്നത് അവർക്ക് ബാധകമല്ലാത്ത സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇതിലേറ്റവും നിർണായകമെന്നത് അനുശ്രീ, ഈ വോട്ടെടുപ്പ്, അതായത് ഫ്ലോർ ടെസ്റ്റിൽ നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത് നിലവിൽ വിജയിക്ക് എന്നതാണ്. അതിൽ തന്നെ ഒരു സ്പീക്കർ എന്നത് ചുമതലയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ 119 പേരുടെ പിന്തുണയാണ് CPIM, IUML, അതോടൊപ്പം തന്നെ VCK എന്നീ പാർട്ടികളുടെ പിന്തുണയാണ് ഇപ്പോൾ വിജയിക്കുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ AADMKയിലെ വിമതപക്ഷം ചേരിതിരിയുകയാണ് എങ്കിൽ അവർക്ക് 32 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ഇവർ ഒന്നടങ്കം വിജയിയെ പിന്തുണച്ചേക്കും എന്ന സൂചനയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലോർ ടെസ്റ്റിൽ ഏതാണ്ട് 150-ൽ അധികം അംഗങ്ങളുടെ 234 അംഗങ്ങളാണ് തമിഴ്നാട് നിയമസഭയിൽ ഉള്ളത്. അതിൽ തന്നെ 150 അംഗങ്ങളുടെ വലിയ മെജോറിറ്റി വിജയിക്ക് ലഭിക്കും എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ നീക്കങ്ങൾ ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ വിമതപക്ഷം TVKക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് എത്രത്തോളമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? ആ ഒരു സാഹചര്യം അത് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുമോ?
തീർച്ചയായും നിലവിൽ വിമതപക്ഷം TVKയ്ക്ക് ഒപ്പം തന്നെയാണ്. അതായത് ഈ 30 അംഗങ്ങൾ ആണ് ഇപ്പോൾ വിമതപക്ഷത്ത് ഉള്ളത് എന്നതാണ് അവരുടെ സാങ്കേതികമായ പ്രശ്നം. അതായത് ഇവരെല്ലാവരും തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാവുകയും അങ്ങനെ ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നിയമസഭാ സംവിധാനങ്ങൾ അനുസരിച്ച് വിപ്പ് നൽകുവാനുള്ള റൈറ്റ് ഉണ്ട് എന്നതാണ്. അതായത് AADMK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തീർച്ചയായും വിപ്പ് നൽകാം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്ക് എതിരെ വോട്ട് ചെയ്യണം എന്നതാണ് ആ വിപ്പ് എങ്കിൽ ആ വിപ്പിന് അനുസരിച്ച് മാത്രമേ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിപ്പ് ലംഘിച്ചാൽ അതിൽ കൃത്യമായ നടപടികളിലേക്ക് പോകാൻ സാധിക്കും. മറ്റൊന്ന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമാകുന്നു എന്നതാണ്. അതായത് 47 AADMK MLA-മാർ ആണ് സഭയിലുള്ളത്. അതിൽ 2 അംഗങ്ങൾ ഒരു ചേരിയായി തിരിയുന്നുവെങ്കിൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം എന്നത് ബാധകമല്ല. അതിന് 32 പേരുടെ പിന്തുണയാണ് വേണ്ടത്. ഈ 32 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഫ്ലോർ ടെസ്റ്റിൽ വിജയിയെ തന്നെയാണ് പിന്തുണയ്ക്കുക. നിലവിൽ ഈ 30 അംഗങ്ങൾക്കും അതായത് SP വേലുമണി ആണ് വിമതപക്ഷത്തിൻ്റെ നേതാവ്. വേലുമണിയുടെ കീഴിൽ ഉള്ള 30 അംഗങ്ങൾക്കും ഇപ്പോൾ വിജയിയെ പിന്തുണയ്ക്കണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. അവർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന നീക്കത്തിൽ തന്നെയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിയമപരമായി സാങ്കേതികമായും ചില പ്രശ്നങ്ങൾ ഉണ്ട്. അവർ വോട്ട് ചെയ്യുന്നില്ലാത്ത പക്ഷം അവർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയോ അവരുടെ MLA സ്ഥാനം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സാങ്കേതികമായ പ്രതിസന്ധിയെ മറികടക്കുന്നതിനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ വേലുമണി പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനാണ് 32 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേലുമണി പക്ഷം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പിന്തുണ ലഭിക്കും, അതായത് 32 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ വേലുമണി പക്ഷം ഉള്ളത് എന്നതുകൂടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 32 പേരുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർ TVKയെ പിന്തുണയ്ക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ TVK കേന്ദ്രങ്ങളിൽ AADMKയുടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.